ഇന്നേ പുട്ടുണ്ടാക്കാൻ പോവാണേ. ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടി ഇട്ടേ. മറ്റേ ഞാൻ ക്യാരറ്റ് അങ്ങനെ ഓരോന്നോരോന്നേ ഇട്ട് ഉണ്ടാക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രണ്ടും കൂടി ഇട്ടു. കാരണം ഓണസദ്യയൊക്കെ ഉണ്ട്, വണ്ണം വെച്ചോന്ന് ചെറിയൊരു ഡൗട്ട്. ഡ്രസ്സൊന്നും കയറുന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് തൊട്ട് ഇനി ഡയറ്റ് പിടിച്ചേക്കാമല്ലോ എന്ന് ഓർത്തിട്ട് റവയും കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കുവാണ്. ചുരണ്ടുന്നത് പകുതിയും നമ്മളല്ലാതെ കഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കല്ലേ, നമുക്ക് ആരോട് ബോധിപ്പിക്കണം. അതുകൊണ്ട് റവയൊക്കെ എടുത്ത് ശകലം തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് ഞാൻ വലിയ ഇതിൽ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടാണ് ഓരോന്നോരോന്നും ഇട്ട്. പകുതി വന്നപ്പോൾ ലെയർ ഏതിട്ടു ഏതിടാത്തതെന്നത് പോലും മറന്നുപോയി. പിന്നെ കണ്ണി കണ്ടതെല്ലാം വലിച്ചു വാരി ഞാൻ അതിനകത്തിട്ടു. എന്തായാലും നമ്മൾ ആ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേനും ആ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടെ നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ രസം തന്നെയല്ല കേട്ടോ, നല്ലതുമാണ്. ഞാനിങ്ങനെ രണ്ടും കൂടി ഇട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല, ഓരോന്നോരോന്നിട്ടേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ പുട്ടൊക്കെ വേഗം വെച്ചു. എന്തായാലും ആവിയെല്ലാം നല്ല തെള്ളിക്കുത്തി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പുട്ടൊന്ന് കുത്തി നോക്കുകയാണ്. ഈ നമ്മുടെ ഒരു ഐസ്ക്രീം കിട്ടത്തില്ലേ, പുട്ട് ഐസ്ക്രീം പോലൊക്കെ ഏകദേശം പിന്നെ രൂപമൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഞാൻ കറിയായിട്ട് കൂട്ടുന്നത് അവിയലാണേ. നമുക്ക് എന്നാ പറയുന്നത്, കറി ചാറുകറി ഒന്നും വേണമെന്നില്ലല്ലോ. എനിക്കിഷ്ടമുള്ള ഏത് കറിയും കൂട്ടി ഞാൻ പുട്ട് കഴിക്കും. അത് വെന്തിട്ട് ഇത് ആ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുമ്പോണ്ടല്ലോ എന്നാ ഇതാണെന്നറിയോ. കാരണം റവയുടെയും ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും എല്ലാം കൂടെ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു പരിവേഷവും ആവേശവും കൂടും. അങ്ങനെ ഞാൻ എൻ്റെ അവിയലും ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടെ ചേർത്ത് പുട്ട് കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സി യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.